ഞങ്ങൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെത്തിയതും അതുപോലെ തന്നെ ഉക്കടം മാർക്കറ്റിൽ നിന്നും വാഹനത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിയതിനു ശേഷം ഹോം സ്റ്റേയിലേക്ക് പോവുകയുണ്ടായി. അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഇഷ ഫൗണ്ടേഷന്റെ കീഴിലുള്ള ആദിയോഗി സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ്. യോഗയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആദ്യത്തെ യോഗി എന്നറിയപ്പെടുന്ന ശിവഭഗവാന്റെ ആദിയോഗി പ്രതിമയുടെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന മലയുടെ താഴ്വാരത്തിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. വാഹനത്തിന് പാർക്കിംഗ് ഫീസ് ഈടാക്കിയതിനു ശേഷം നമ്മൾ നേരെ പാർക്കിങ്ങിലെത്തുകയും അതിനുശേഷം അതിശയകരമായ കാഴ്ചകൾ നിറഞ്ഞ ആദിയോഗി പ്രതിമ കാണാൻ വേണ്ടി പോവുകയാണ്. ഇഷ ഫൗണ്ടേഷന്റെ കീഴിലുള്ള ആദിയോഗിയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ പറയാം. ആത്മീയാചാര്യനായ സദ്ഗുരു രൂപകൽപ്പന ചെയ്ത തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇഷ ഫൗണ്ടേഷന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ തെക്ക് ദർശനമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബെസ്റ്റ് ശില്പം, അതായത് അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ട മലനിരകൾക്ക് അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രതിമ 2 വർഷം കൊണ്ട് ഡിസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ 8 മാസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു എന്നതാണ് മറ്റൊരു വലിയ പ്രത്യേകത. 112.4 അടി, അതായത് 34 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമയ്ക്ക് 24.99 മീറ്റർ വീതിയും 147 അടി നീളവുമുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അർദ്ധകായ പ്രതിമയെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ, അതായത് ഉരുക്ക് കൊണ്ടാണ്. 2017 ഡിസംബർ മാസം 24-ന് ഒരു ശിവരാത്രി ദിനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ആദിയോഗി ശിവപ്രതിമ അനാവരണം ചെയ്തത്. ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം ഈ പ്രതിമയെ ഔദ്യോഗിക ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഗിയായ ശിവനെക്കുറിച്ചുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ വേദി കൂടിയാണ് ഈ പ്രതിമ. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആരംഭിക്കുന്നത് 7:30 മണിക്കാണ്. 7:30 മുതൽ 8 വരെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, അതായത് ലേസർ ഷോയുടെ സമയം. ലേസർ ഷോ വിസ്മയം ഇന്ത്യൻ രാഷ്ട്രപതിയായ ശ്രീ രാംനാഥ് കോവിന്ദാണ് ഉദ്ഘാടനം ചെയ്തത്. ലേസർ ഷോയുടെ മനോഹരമായ മുഴുവൻ സമയ വീഡിയോ ചാനലിൽ വരുന്നതാണ്.
എന്തു തന്നെയായാലും ഞങ്ങളുടെ ആദ്യ ദിവസം ഇവിടെ പൂർണ്ണമാകുകയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര കോയമ്പത്തൂരിൽ എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ ഞങ്ങളെ വിസ്മയിപ്പിച്ച മനോഹരമായ കാഴ്ചയുടെ ഉറവിടം തന്നെയായിരുന്നു ആദിയോഗി ശിവപ്രതിമ. നിങ്ങൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള ആദിയോഗി സ്റ്റാച്ചു കാണാൻ പോകുന്നവരാണെങ്കിൽ നിർബന്ധമായും നേരത്തെ എത്താൻ നോക്കുക. അതുമാത്രമല്ല, സ്റ്റാച്ചുവിന്റെ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴിവതും ധ്യാനലിംഗ എന്ന ഇവരുടെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ മനസ്സിന് ശാന്തത നൽകുന്ന ഒരിടം കൂടിയാണ് ധ്യാനലിംഗ. ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ ലേസർ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ 8 മണിയായി. 8 മണിക്ക് ശേഷം അവിടെ പ്രവേശിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അവിടെ പോകുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്.